ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇന്ന് ഒറാക്കിൾ കാർഡ് വെച്ചിട്ടാണ് റീഡ് ചെയ്തിരിക്കുന്നത്. കൂടുതലും നിങ്ങളുടെ പ്രണയത്തിനായിരിക്കും റീസണേറ്റ് ആകുന്നത്. വെയിറ്റ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു കാർഡ്. ഡോണ്ട് റഷ് ഇൻടു ഇറ്റ്. നിങ്ങൾ ധൃതി പിടിച്ച് ഒന്നിലേക്കും നിങ്ങളെടുത്ത് ചാടേണ്ട കാര്യമില്ല. അലോ നേച്ചർ ടു ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നിങ്ങൾ പ്രകൃതിയെ തന്നെ അനുവദിക്കുക. അതിൻ്റേതായിട്ടുള്ള സമയം നിങ്ങൾ അനുവദിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടണം, പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡ് ആകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളിലേക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി അട്രാക്റ്റഡ് ആയിട്ട് വരേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു ഡിസിഷനും ഒരു കാര്യത്തിലും, ഇത് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ഏത് കാര്യത്തിലും എടുക്കരുത്. കാരണം നിങ്ങൾ ആ ഒരു കേട്ട കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. എവിടെയാണ് അതിൻ്റെ മെറിറ്റ്സ്, എവിടെയാണ് ഡിമെറിറ്റ്സ് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻ പറയുക പോലും ചെയ്യാൻ പാടുള്ളൂ. കേട്ടതോ അറിഞ്ഞിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ഫീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം അനുവദിക്കുക. നിങ്ങൾ പ്രണയത്തിലായിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പിരിഞ്ഞിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വരേണ്ടതുണ്ട്, കുറേ വ്യക്തികൾ വരേണ്ടതുണ്ട്. അവരിൽ നിന്നും നിങ്ങൾക്ക് ലെസൺസ് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഡിവൈൻ നിങ്ങൾക്ക് അനുവദിച്ചതുമാകാം. അതുകൊണ്ട് തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കേണ്ട, കാത്തിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക. യു ഓൾറെഡി നോ ദ ആൻസർ. ഡു വാട്ട് ഫീൽസ് റൈറ്റ്. ചില പേരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള ആൻസേഴ്സും അവരുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുന്നതാണ്. ഈവൻ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇങ്ങനെ പെരുമാറുന്നത്, എല്ലാത്തിൻ്റെയും ആൻസർ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിൻ്റെ കാരണങ്ങളിൽ ചിലത് നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തവയുമാകാം. അതുകൊണ്ട് നിങ്ങളതിനെ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ഒരിക്കലും കള്ളം പറയില്ല. ആ ഹൃദയത്തിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഏറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് അതിനെക്കുറിച്ചെല്ലാം ഫീൽ ചെയ്യുന്നത്, അത് തന്നെയാണ് സത്യം. ഇത് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കതിൻ്റെ എല്ലാം ആൻസർ അറിയാം. കാരണം നിങ്ങളൊരു ഡിവൈൻ ചൈൽഡാണ്. സ്പിരിച്വലി നിങ്ങൾ അവേക്കനിങ്ങിലാണ്. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി തീർച്ചയായിട്ടും ഒരു സത്യമാണ്. തേർഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സെർട്ടൻ തിങ്സ് ഹാപ്പൻ. ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഹവവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനേക്കാളും മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങേയറ്റം നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില അവസരങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം, സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. മറ്റുള്ളവരുടെ അവഗണനകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിങ്ങളുടെ ചിന്ത, ഇതെല്ലാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ആ ഒരു പെയിൻ ഇപ്പോഴും നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആ ഒരു സെയിം വേദന അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും നിങ്ങളത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യം അവരോട് തോന്നുന്ന സിറ്റുവേഷൻസും ഉണ്ടാകാം. അത്തരം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവാം. ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. എല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം സംഭവിച്ചത് നല്ലതിനാണെന്ന് മാത്രം ചിന്തിക്കുക. പക്ഷേ ആ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ തെറ്റായ വഴിയിലൂടെയല്ല അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നേരായ വഴിയിലൂടെ നിങ്ങൾ പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളതാണ്. തെറ്റായ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾ കറങ്ങിക്കറങ്ങിയായിരിക്കാം നിങ്ങൾ ആ ഒരു നേരായ വഴിയിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴോ നേരത്തെയോ എന്തെങ്കിലും പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു റീഡിംഗ് കാണുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്കരികിലേക്ക് വരുന്നതാണ്. അതൊരു പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാവില്ല, നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലും നിങ്ങൾക്കത് ബാധകമാണ്. വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.